ഇന്ത്യൻ റെയിൽവേ ശരിക്കും ഒരു ഭീമൻ തന്നെയല്ലേ? ദിവസം കോടിക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന, ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ വലിയ സംവിധാനം എങ്ങനെയാണ് ഓടുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിന്ന് അതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നിന് നിങ്ങൾ എങ്ങനെയാവും മാനേജ് ചെയ്യുക? ഓർക്കണം, കോടിക്കണക്കിന് യാത്രക്കാർ, ലക്ഷക്കണക്കിന് ജീവനക്കാർ. എവിടെ നിന്ന് തുടങ്ങും, അല്ലേ? ഇത്രയും വലിയൊരു സിസ്റ്റം ഓടണമെങ്കിൽ ഒരു കൃത്യമായ പ്ലാൻ വേണം, ഒരു വ്യക്തമായ അധികാരഘടന. ഇന്ത്യൻ റെയിൽവേക്കും അതുണ്ട്. ഒരു പ്രധാന എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു കമാൻഡ് സ്ട്രക്ചർ. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, റെയിൽവേ മൊത്തത്തെ 12 പ്രധാന ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ്, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, അങ്ങനെ പലത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു തലവനുണ്ട്. അവരെയാണ് പ്രിൻസിപ്പൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ചുരുക്കി PHOD എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് കാര്യത്തിനും അവസാന വാക്ക് ഈ PHODയുടേതായിരിക്കും. ഇനി ഈ PHODമാരിൽ ഒരാളെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രിൻസിപ്പൽ ചീഫ് പേഴ്സണൽ ഓഫീസർ അഥവാ PCPO. എന്താ ഇവരുടെ പണിയെന്നറിയാമോ? ഈ വലിയ യന്ത്രം ഓടിക്കുന്ന മനുഷ്യരെ മാനേജ് ചെയ്യുക. റെയിൽവേയിലെ ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റാണ്. ശരിക്കും പറഞ്ഞാൽ റെയിൽവേയുടെ ഹ്യൂമൻ റിസോഴ്സ് ഹെഡ്. ഓക്കെ, അപ്പോ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമായാൽ മതിയോ? പോരാ, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഒരു വലിയ ഇക്കോസിസ്റ്റം തന്നെ വേണം. ഈ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. അവരെ സഹായിക്കാനായി ഒരുപാട് ഓഫീസുകളുണ്ട്. ഈ സപ്പോർട്ട് ഓഫീസുകളെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, അറ്റാച്ച്ഡ് ഓഫീസുകൾ. ഇവർ റെയിൽവേ ബോർഡിനെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പോളിസി ലെവലിലൊക്കെ. 2, സബോർഡിനേറ്റ് ഓഫീസുകൾ. ഇവർ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരാണ്. റിക്രൂട്ട്മെന്റ്, ട്രെയിനിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കീഴിലാണ് വരുന്നത്. ഈ അറ്റാച്ച്ഡ് ഓഫീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്നൌവിലെ RDSO, റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. റെയിൽവേയുടെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ടെക്നോളജി, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഡിസൈനുകൾ ഇതെല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ശരിക്കും റെയിൽവേയുടെ ടെക്നിക്കൽ നട്ടെല്ല്. ഇനി സബോർഡിനേറ്റ് ഓഫീസുകളുടെ കാര്യം. ലക്ഷക്കണക്കിന് ജീവനക്കാരെ വേണമെന്ന് പറഞ്ഞല്ലോ. ഇവരെ എങ്ങനെയാവും തിരഞ്ഞെടുക്കുന്നത്? അതിനാണ് രാജ്യത്തുടനീളം 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, അതായത് RRBകളുള്ളത്. 21 എണ്ണം. ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണിത്. ശരി, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ട്രെയിനിംഗ്. അതും ലോകോത്തര നിലവാരത്തിലുള്ള ട്രെയിനിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിന് പൂനെയിൽ IRECN, ഇലക്ട്രിക്കലിന് നാസിക്കിൽ IREEN, സിഗ്നലിംഗിന് സെക്കന്ദ്രാബാദിൽ IRSCT. അങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിനും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ എല്ലാം ഹെഡാണ് വഡോദരയിലെ നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേ, NAIR. അപ്പോൾ ഓർക്കണം, നമ്മൾ സുരക്ഷിതമായി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഇങ്ങനെയുള്ള കഠിനമായ പരിശീലനം സിദ്ധിച്ച ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഈ അക്കാദമികളാണ് റെയിൽവേയുടെ സുരക്ഷയുടെയും കാര്യക്ഷമതയുടെയും അടിസ്ഥാനശില. ഇതുവരെ നമ്മൾ ആളുകളെയും മാനേജ്മെന്റിനെയും ട്രെയിനിങ്ങിനെയും കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. അവർ വെറുതെ ട്രെയിൻ ഓടിക്കുകയല്ല ചെയ്യുന്നത്, അവർ ട്രെയിനുകൾ ഉണ്ടാക്കുക കൂടി ചെയ്യുന്നു. സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയുണ്ട്. ഇതൊരു വലിയൊരു സ്വാശ്രയത്വത്തിന്റെ കഥ കൂടിയാണ്. നോക്കൂ, 1950-ൽ ചിത്തരഞ്ജനിൽ അവർ സ്വന്തമായി ഇലക്ട്രിക് എഞ്ചിനുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ 1984-ൽ ബാംഗ്ലൂരിൽ വീലുകളും ആക്സിലുകളും ഉണ്ടാക്കുന്ന ഫാക്ടറി വന്നു. ഏറ്റവും പുതിയതായി റായ്ബറേലിയിൽ മോഡേൺ കോച്ച് ഫാക്ടറിയും. എഞ്ചിൻ മുതൽ കോച്ച് വരെ എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ. ഇനി റെയിൽവേയുടെ ബിസിനസ് വശം നോക്കാം. ഇത് വെറും ട്രെയിൻ സർവീസ് മാത്രമല്ല. നമ്മളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന IRCTC ഓർമ്മയില്ലേ? കാറ്ററിംഗ്, ടൂറിസമൊക്കെ അവരുടെ കീഴിലാണ്. അതുപോലെ കൺസ്ട്രക്ഷന് വേണ്ടി ഐക്കോൺ, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി റെയിൽടെൽ, അങ്ങനെ റെയിൽവേയുടെ സാമ്രാജ്യം ട്രാക്കുകൾക്കപ്പുറവും ഒരുപാടുണ്ട്. ഇനി ഒരു രസകരമായ കാര്യം പറയാം, ഒരു ഇൻസൈഡർ ടിപ്പ് പോലെ. റെയിൽവേയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു കോഡ് ലെറ്റർ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും റെയിൽവേ ഡോക്യുമെന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാം. A എന്ന് കണ്ടാൽ അത് അക്കൗണ്ട്സ് ആണ്, E ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, T ട്രാഫിക്, അങ്ങനെ പോകുന്നു അത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. ഡിപ്പാർട്ട്മെന്റുകൾ, സപ്പോർട്ട് ഓഫീസുകൾ, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, പ്രൊഡക്ഷൻ. ഈ പല പല ഭാഗങ്ങളെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് ഒരൊറ്റ ഭീമൻ യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിക്കുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒന്നാമത്, PHODമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശക്തമായ ഡിപ്പാർട്ട്മെന്റുകൾ. രണ്ടാമത്, റിസർച്ചും റിക്രൂട്ട്മെന്റും ട്രെയിനിങ്ങും നൽകുന്ന സപ്പോർട്ട് സിസ്റ്റം. മൂന്നാമത്, സ്വന്തമായി എഞ്ചിനും കോച്ചും ഉണ്ടാക്കാനുള്ള കഴിവ്. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇന്ത്യൻ റെയിൽവേ എന്ന ഈ ഭീമൻ ചലിക്കുന്നത്.
പതിറ്റാണ്ടുകളായി ഈ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ഇത്രയധികം ഭാഗങ്ങളുള്ള ഇത്ര സങ്കീർണമായ ഈയൊരു സംവിധാനത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യൻ റെയിൽവേ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം.